ഇനി പാലക്കാട്ടേക്കാണ്. പാലക്കാട് കോങ്ങാട് MLA കെ ശാന്തകുമാരിയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. ഇന്നലെ പുലർച്ചെ മുതൽ 2 മണിക്കൂർ തട്ടിപ്പ് സംഘം ഫോണിൽ സംസാരിച്ചു. വ്യാജ ഡിജിറ്റൽ അറസ്റ്റ് സംഘത്തിൽ മലയാളിയും ഉണ്ടെന്ന് കെ ശാന്തകുമാരി കുഴൽമന്ദം പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർ തന്റെ സിം കാർഡ് ഉപയോഗിച്ചതായാണ് തട്ടിപ്പ് സംഘം പറഞ്ഞതെന്നും MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. പഹൽഗാം ബോംബ് ബ്ലാസ്റ്റിൽ പ്രതിയായിട്ടുള്ള അഫ്സൽ ഖാൻ അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പേരിൽ ഈ നമ്പറിൽ സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ സിം ഉപയോഗിച്ചിട്ട് ഈ പ്രതി എൻ്റെ പേരിൽ മുംബൈ കനറ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോംബ് ബ്ലാസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രതി ഫണ്ട് പൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് നിങ്ങളുടെ പേരിലെ അക്കൗണ്ടാണ്. വാട്ട് ഈസ് യുവർ കണക്ഷൻ വിത്ത് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളങ്ങ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് യാതൊന്നും അറിയില്ല, എനിക്ക് അവിടെ ഒരു ബന്ധമില്ല, ഒന്നും അറിയില്ല. എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആസ് എൻ MLA നിങ്ങളുടെ ഫ്യൂച്ചറിൽ ബാധിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇങ്ങനൊരു വിഷയം വന്നാൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. സ്വാഭാവികമായും ഞാനൊരു പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ആളാണ്, പാർട്ടി പ്രതിസന്ധിയിലാവും. അപ്പോൾ അതെന്താണെന്ന് അറിയണമല്ലോ, എങ്ങനെ എൻ്റെ പേരിൽ ഒരു ഫേക്ക് കേസ് ആണെങ്കിൽ അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരണവുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ഇപ്പോൾ ഭാരതത്തിലേറെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ തട്ടിപ്പാണ് ഇങ്ങനൊരു ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പാലക്കാട് കോങ്ങാട് MLA കെ ശാന്തകുമാരിയും ഇത്തരത്തിൽ ഒരു തട്ടിപ്പിൽ കൊടുക്കാൻ ശ്രമം നടന്നു. അതിൽ ഏറ്റവും പ്രധാനം ഒരു മലയാളിയും ഉണ്ടെന്നാണ് MLA പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിലും അതല്ലെങ്കിൽ മറ്റ് പല പേരുകളിലും ഈ സൈബർ ആക്രമണം, പ്രത്യേകിച്ച് സൈബർ തട്ടിപ്പ്, അത് വലിയ രീതിയിൽ വ്യാപകമാവുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ സമൂഹത്തിലെ പല ഉന്നതരും കുടുങ്ങുന്ന കാഴ്ചയുണ്ട്. നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല ആളുകൾക്കും ലക്ഷങ്ങളും കോടികളും ഒക്കെ ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാലക്കാട് കോങ്ങാട് MLA ആയ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി, അവരെയാണ് ഇന്നലെ ഈ തട്ടിപ്പ് സംഘം വിളിച്ചിരിക്കുന്നത്. ATS എന്ന് പറഞ്ഞിട്ട്, അതായത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞാണ് ഇവരെ ആദ്യം ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് ഇവരോട് പറയുന്നു പഹൽഗാം ആക്രമണത്തിൽ പിടികൂടിയിട്ടുള്ള ഒരു ഭീകരൻ അഫ്സൽ ഖാൻ, ആ അഫ്സൽ ഖാൻ്റെ മൊബൈൽ ഫോണിലെ സിം അത് ഈ ശാന്തകുമാരിയുടെ പേരിലാണ്. മാത്രമല്ല മുംബൈയിലുള്ള കനറ ബാങ്കിൽ ഈ ശാന്തകുമാരിയുടെ പേരിൽ അക്കൗണ്ട് ഈ ഭീകരൻ രൂപീകരിക്കുകയും ഈ ബോംബ് ബ്ലാസ്റ്റിനൊക്കെ വേണ്ടിയുള്ള ഫണ്ടിങ് ഈ അക്കൗണ്ട് വഴി നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഇത്തരത്തിൽ ഈ തട്ടിപ്പ് സംഘം സമീപിച്ചത്. ആദ്യം സാധാരണ കോളായിരുന്നു, പിന്നീട് വീഡിയോ കോളായി ചെയ്തു. വീഡിയോ കോളിൽ യൂണിഫോമൊക്കെ ഇട്ട് ഒരു ഉദ്യോഗസ്ഥനെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ആളുകൾ വരികയായിരുന്നു. അതിൽ മലയാളി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് MLA പറയുന്നത്. ഏതായാലും ഇവർ ഏറെ നേരം വലിയ ആശങ്കയിലായി മാറി എന്നുള്ളതാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെയൊക്കെ ഇത് ബാധിക്കും എന്ന തരത്തിലൊക്കെ ഈ MLA വിളിച്ച് ഭീഷണിപ്പെടുത്തി. അവരാണെങ്കിൽ പാർട്ടിയും അതുപോലെ തന്നെ മറ്റുമൊക്കെ ഈ ഒരു സംഭവത്തിൽ പ്രതിസന്ധിയിലാവുമോ എന്നുള്ളതിൽ വലിയ രീതിയിൽ ആശങ്ക ആയി എന്നുള്ളതാണ് ഈ കോങ്ങാട് MLA ആയ ശാന്തകുമാരി പറയുന്നത്. ഏതായാലും അവർ ആധാർ കാർഡിൻ്റെ നമ്പർ ഉൾപ്പെടെ ഈ തട്ടിപ്പ് സംഘത്തിന് കൈമാറി. ഈ MLA കൂടാതെ MLAയുടെ ഭർത്താവും മകനെയും ഒക്കെ വീഡിയോ കോളിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന തരത്തിൽ അവരെയൊക്കെ അവിടെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ഇതിനിടെ സംശയം തോന്നിയ ഈ MLAയുടെ മകൻ ഡ്രൈവറോട് ഒരു ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. പിന്നീട് കുഴൽമന്ദം പോലീസിൽ ഇവർ രഹസ്യമായിട്ട് വിവരം അറിയിക്കുകയായിരുന്നു. കുഴൽമന്ദം പോലീസ് ഈ MLAയുടെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇവർ കോള് കട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പിന്നീട് കുഴൽമന്ദം പോലീസും അതുപോലെ തന്നെ സൈബർ സെല്ലും ഒക്കെ ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വലിയ രീതിയിൽ ഈ തട്ടിപ്പ് സംഘം പിടിമുറുക്കുന്നു. അത് സമൂഹത്തിലെ വിവിധ കോണുകളിലുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ ഈ തട്ടിപ്പിന് ഇരയാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭാരത സർക്കാർ, കേന്ദ്ര സർക്കാർ നിരന്തരം ഇത്തരം കാര്യങ്ങളിലെ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നമുക്കറിയാം ഈ ഇത്തരത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നും ഇല്ല. അതുപോലെ തന്നെ ഈ വീട്ടിലിരുന്ന് സമ്പാദിക്കാം എന്ന പേരിലുള്ള തട്ടിപ്പുകൾ, ലോൺ ആപ്പുകൾ മുഖാന്തരം ലോൺ നൽകി പിന്നീട് ആളുകളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള തട്ടിപ്പുകൾ, അങ്ങനെ വ്യാപകമായിട്ട് ഈ ഡിജിറ്റൽ മേഖലയിൽ ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയാലും ആളുകൾ അതിൽ ചാടുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കോങ്ങാട് MLA ശാന്തകുമാരി, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പോലും മണിക്കൂറുകളോളം ഈ കോളിൽ നിന്നു. പല സമയത്ത് അവർ അങ്ങനെ വലിയ ആശങ്കയിലായി. ആധാർ കാർഡിൻ്റെ നമ്പർ വരെ കൈമാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. വ്യക്തമാണ്. പാലക്കാട് കോങ്ങാട് MLA കെ ശാന്തകുമാരി MLA വരെ
ഇത്തരത്തിലൊരു തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിയമപരമായി ഇങ്ങനെയൊരു സംവിധാനം ഭാരതത്തിൽ ഇല്ല എന്നുള്ളത് പ്രേക്ഷകർ പങ്കുവെക്കുകയാണ്. ഇത്തരത്തിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ തട്ടിപ്പിനിരയായാൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 1930 എന്ന നമ്പറിൽ പ്രേക്ഷകർക്കും വിളിച്ച് ഇത്തരത്തിലൊരു പരാതി നൽകാൻ കഴിയുന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം, ഇടവേള. Dilip Sarkis, study abroad. Europe is the hope. Dilip Sarkis is the path. ചില ആഘോഷങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് മാത്രം പൂർണ്ണമാകില്ല. അത് ബ്രില്യന്റ് ആക്കുന്ന ഒരു കാര്യം കൂടി വേണം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഓഫേഴ്സ് വാലിഡ് ടിൽ 22 മാർച്ച്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മാത്രം ഗോൾഡ്, അൺകട്ട് പോൾക്കി ആൻഡ് ജെം സ്റ്റോൺ ജ്വല്ലറിയുടെ മേക്കിംഗ് ചാർജസിൽ 40% വരെയും ഡയമണ്ട് വാല്യൂവിൽ 30% വരെയും ഡിസ്കൗണ്ട് നേടൂ. ആഘോഷങ്ങൾ ഇനി കൂടുതൽ ബ്രില്യന്റ് ആക്കൂ. Jio All Stars 10th Anniversary live now. നിങ്ങൾക്ക് വീടുണ്ടല്ലോ അല്ലേ? പൈസയുടെ പെരുമഴ. മന്നത്ത് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ബജറ്റ് ടൈറ്റ് ആണ്. പിന്നെ ഇതെന്തിനാ എടുത്തേ? ഇതുപോലത്തെ ലാഭമുള്ള ഡീൽ ഉണ്ടെങ്കിൽ പൈസ ലാഭിക്കാം. ഇതുപോലത്തെ ടോയ്ലറ്റ് ക്ലീനേഴ്സ് പകുതിയിൽ കൂടുതലും ഒഴുകിപ്പോകും. സുഗന്ധത്തിന്റെ ചെലവ് വേറെ. അപ്പോൾ പിന്നെ ഹാർപ്പിക്കുണ്ടല്ലോ ലാഭത്തിന്റെ ഡീൽ. ഇതിന്റെ കട്ടിയുള്ള ഫോർമുല പ്രതലത്തിൽ 2 മടങ്ങ് കൂടുതൽ പറ്റിപ്പിടിക്കും. മെച്ചപ്പെട്ട വൃത്തി നൽകും, പിന്നെ സുഗന്ധവും. ടോയ്ലറ്റ് ക്ലീനിങ്ങിന്റെ ബെസ്റ്റ് ഡീലിനായി ഹാർപ്പിക്കുണ്ടല്ലോ. തിരികെ വാർത്തകളിലേക്ക്. കിഫ്ബിയിൽ നിന്നും 100 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള പാലമായ പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും. ആലപ്പുഴ ജില്ലയിലെ അരൂക്കുറ്റിയിലെ വടുതലയെയും പെരുമ്പളം ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നതാണ് പെരുമ്പളം പാലം. 2021 നിർമ്മാണം ആരംഭിച്ച പാലത്തിന് 1155 മീറ്റർ നീളമാണ് ഉള്ളത്. സംസ്ഥാനത്തെ ഏറ്റവും ദൈർഘ്യമുള്ള അതിമനോഹരമായ പാലമാണ് കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പെരുമ്പളം പാലം. പാലത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 11-ന് പെരുമ്പളം ദ്വീപിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. 2016-17 ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാലം പണിതിരിക്കുന്നത്. 100 കോടി രൂപയാണ് ഭരണാനുമതിയായിട്ട് ലഭിച്ചത്. പിന്നീട് 95.86 കോടി നമുക്ക് സാമ്പത്തിക അനുമതി, സാങ്കേതിക അനുമതിയായിട്ട് കിട്ടി. പിന്നീട് പാലത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം മാറി വന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു ചേഞ്ച് കൂടി വന്നിട്ട് ഒരു 106 കോടി രൂപയിലേക്ക് ഇതിൻ്റെ ഇപ്പോഴത്തെ റിവൈസ്ഡ് എമൗണ്ട് ആയിട്ടുണ്ട്. അരൂക്കുറ്റിയിലെ വടുതലയെയും പെരുമ്പളം ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പെരുമ്പളം പാണാവള്ളി പാലം. കിഫ്ബിയുടെ 106 കോടി രൂപ വകയിരുത്തിയാണ് പദ്ധതി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. 1155.40 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലത്തിൽ കാൽനട യാത്രക്കാർക്കായി ഇരുവശങ്ങളിലുമായി 1.5 മീറ്റർ വീതിയുള്ള സുരക്ഷിതമായ നടപ്പാതകൾ ഒരുക്കിയിട്ടുണ്ട്. കായലിലൂടെയുള്ള ജലഗതാഗതത്തിന് തടസ്സമുണ്ടാകാത്ത വിധം 55 മീറ്റർ നീളമുള്ള 3 മനോഹരമായ ബ്രോ സ്ട്രിംഗ് ആർച്ച് സ്പാനുകളും 35